കോട്ടക്സിൽ ഇൻഡിക്കേറ്റർ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ള കാര്യം നോക്കാം. അതായത് കോട്ടക്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഡിക്കേറ്ററാണ് ഏത്? മൂവിംഗ് ആവറേജ്. അപ്പോൾ ജസ്റ്റ് മൂവിംഗ് ആവറേജ് എങ്ങനെയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ചാർട്ട് യൂറോ GBP ആണ്. അപ്പോൾ മുകളിൽ കാണുന്ന ഈ ഒരു ഐക്കൺ, അതായത് 3 ഡോട്ടുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് കാണുന്ന ഈ ഒരു സ്കെയിൽ, അതുപോലെ തന്നെ ഒരു എന്താ പറയുക, കോമ്പസ് ഒക്കെ പോലുള്ള ഒരു ആകൃതിയിലുള്ള ഒരു ഐക്കൺ കാണാൻ സാധിക്കും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ഓസ്കിലേറ്റേഴ്സും കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഇൻഡിക്കേറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പീരീഡ്സ് ചോദിച്ചിട്ടുണ്ട്. പീരീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവിംഗ് ആവറേജ് പറഞ്ഞാൽ എന്താണ്? മൂവിംഗ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ ക്യാൻഡിൽസിൻ്റെ പ്രൈസിൻ്റെ ആവറേജിനാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ കാണിച്ചിരുന്നത്. അപ്പോൾ മുമ്പത്തെ എത്ര ക്യാൻഡിൽസിൻ്റെ ആവറേജാണ് കാണിക്കേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പീരീഡ്സ് ഇവിടെ 10, അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ഐക്കണിൽ തൊട്ട് കഴിഞ്ഞാൽ എന്താവും? നമുക്കിവിടെ കൂട്ടാൻ പറ്റും. 11, 12 അങ്ങനെ കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താട്ടും? അത് കുറക്കാനും പറ്റും. അപ്പോൾ ജസ്റ്റ് നമുക്കിവിടെ 8 ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ മൂവിംഗ് ആവറേജ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. SN എന്നുള്ള ഈ ഒരു കോളത്തിൽ നമുക്ക് അതുപോലെ തന്നെ മീൻസ് അവിടെ എന്തൊക്കെ മാറ്റാൻ സാധിക്കും? EMA, അതുപോലെ തന്നെ SMMA, അതുപോലെ തന്നെ TMA. ജസ്റ്റ് നമുക്ക് ഏത് ആവശ്യം? EMA. അപ്പോൾ നമ്മളവിടെ EMA ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ മെയിൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എന്താണ്? ഈ ഓപ്ഷൻ അതായത് ഇതിൻ്റെ തിക്നെസ് കൂട്ടാൻ, അതായത് ലൈനിൻ്റെ തിക്നെസ് കൂട്ടാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ എന്താ ഈ നോർമലായിട്ട് ഡിഫോൾട്ട് തന്നെ കിടക്കട്ടെ. അതുപോലെ തന്നെ അടിയിൽ കാണുന്ന ഈ ഒരു കളർ ഐക്കൺസ് മീൻസ് ഇതെന്തിനാണ്? ഏത് ലൈൻ, അതായത് ഈ ലൈനിൻ്റെ കളർ ഏത് തരത്തിലാണെന്ന് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്താക്കാം? ഗ്രീൻ ആക്കി വെക്കാം. ഓക്കെ. അതിനുശേഷം എന്താക്കുക? ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? ഇവിടെ അപ്ലൈ ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇതിലെന്തായിട്ടുണ്ട്? മൂവിംഗ് ആവറേജ് ഇതിൽ അപ്ലൈ ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒന്നിൽ കൂടുതൽ മൂവിംഗ് ആവറേജ് കാണാൻ സാധിക്കും. കാരണം ഞാൻ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് ഞാൻ മുമ്പ് ഡിലീറ്റ് ആക്കാനാണ് നിങ്ങൾക്കത് കാണിച്ചു തന്നത്. ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇതിൽ ഒന്നിൽ കൂടുതൽ എന്ത് വന്നിട്ടുള്ളത്? മൂവിംഗ് ആവറേജ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? മൂവിംഗ് ആവറേജിനെ കോട്ടക്സിൽ ആഡ് ചെയ്യുക.